ആ, നിങ്ങൾ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നോ? അയ്യോ, ഈ തലയിൽ എന്തായി? അത് ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് ബൈക്കിൽ നിന്നൊന്ന് വീണു. എന്നിട്ട് ബൈക്കിന് വല്ലതും സംഭവിച്ചോ? ആ, ബൈക്കിനൊന്നും പറ്റിയില്ല, പക്ഷെ തലയിൽ ചെറിയൊരു പരിക്ക്. എന്തുവാ മനുഷ്യ, നിങ്ങൾക്ക് വണ്ടി ശരിയായിട്ട് നോക്കി ഓടിച്ചൂടെ? ഇപ്പൊ 2 ദിവസം മുമ്പ് തന്നെയല്ലേ വണ്ടി ശരിയാക്കിയത്? ബൈക്ക് ശരിയാണ്, അത് സഡൻലി ആരോ ഫ്രണ്ടിൽ വന്ന് ബൈക്കും കൊണ്ട്. എൻ്റെ തെറ്റൊന്നുമല്ല. ഓക്കെ ഓക്കെ, നിങ്ങൾ പിന്നെ ഫ്രഷ് ആവും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെള്ളം കൊണ്ടുവരാം. ഓക്കെ ഓക്കെ. ആ, നിങ്ങൾ ഫ്രഷ് ആയോ? എന്നാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചായ കൊണ്ടുവന്നു. പിന്നെ ഒരു കാര്യം, ഇന്ന് നിങ്ങൾക്ക് ശമ്പളം കിട്ടിയ ദിവസമല്ലേ? ഞാൻ രാവിലെ പറഞ്ഞായിരുന്നല്ലോ ക്യാഷ് കൊണ്ടുവരണമെന്ന്. കൊണ്ടുവന്നോ? ആ, കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ക്യാഷ്. ചായ കൊള്ളാമല്ലോ. ആ, എന്നാ ഈ കപ്പ് വെച്ചോ. അയ്യോ, എൻ്റെ പേഴ്സ് കാണാനില്ലല്ലോ. നിങ്ങൾ ശരിയായിട്ട് നോക്ക് പോക്കറ്റില്. ഇല്ല, ഞാൻ ഈ പോക്കറ്റിലാണ് വെച്ചത്. ഇപ്പൊ പേഴ്സ് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ആക്സിഡന്റ് ആയ സ്ഥലത്ത് എൻ്റെ പേഴ്സ് വീണുപോയി. വീണുപോയി? നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഇപ്പൊ ഒരു നഷ്ടം ഉണ്ടാക്കിയിട്ട് വന്നതേ ഉള്ളൂ, അതിന്റെ പുറത്ത് അടുത്ത നഷ്ടമോ? ഏത് നഷ്ടം? ഞാൻ ബൈക്കിൽ നിന്ന് പോയി വീണതായിരുന്നു. എനിക്ക് തലയിൽ പരിക്ക് വരെ ഉണ്ട്. നീ ഏത് നഷ്ടത്തിന്റെ കാര്യമാണ് പറയുന്നത്? ഇതിനകത്ത് എന്റെ എന്ത് തെറ്റ്? പിന്നെ നിങ്ങളുടെ തെറ്റല്ലെങ്കിൽ പിന്നെ ആരുടെ തെറ്റ് പറയണം? എന്നും എന്തെങ്കിലുമൊക്കെ നഷ്ടം ഉണ്ടാക്കിയിട്ട് വരും. ഇനി ഞാൻ മൊത്തം മാസത്തെ ചെലവ് എങ്ങനെ ഓടിക്കും? വീട്ടിന്റെ പൈസ കൊണ്ട് കളഞ്ഞിട്ടങ്ങ് വന്ന്. പൈസ ഇല്ലാതെ എന്തിനീ വീട്ടിൽ കയറി വന്ന്? നിങ്ങൾ എവിടെയെങ്കിലും കളഞ്ഞു പോകാത്ത എന്ത്? നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് വല്ല ബോധമുണ്ടോ? എന്റെ വണ്ടിയുടെ ആക്സിഡന്റ് ആണ് ആയത്. ആ സമയത്ത് എന്റെ പോക്കറ്റിനകത്ത് നിന്ന് പേഴ്സ് എവിടെ വീണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അതിനകത്ത് എന്റെ തെറ്റെന്താണ്? അതുമല്ല, ഞാൻ എപ്പോൾ തൊട്ട് വന്ന് ഞാൻ നിന്നോട് പറഞ്ഞു എന്റെ ആക്സിഡന്റ് ആയി, എനിക്ക് പരിക്കുണ്ട് തലയിൽ. പക്ഷെ നീ എന്റെ തലയുടെ പരിക്കല്ല ചോദിക്കുന്നത്. നീ ചോദിക്കുന്നത് എന്താണ്? ബൈക്കിന് വല്ലതും പറ്റിയോ? ബൈക്ക് ശരിയാണോ? അപ്പം നിനക്ക് എൻ്റെ ഒരു ചിന്തയില്ല. നിനക്ക് ബൈക്കിന്റെ ചിന്തയുണ്ട്, പൈസയുടെ ചിന്തയുണ്ട്, പേഴ്സിന്റെ ചിന്തയുണ്ട്. എന്നെപ്പറ്റി നീ വിചാരിച്ചോ? ഇത്രയൊക്കെ കൂടുതൽ പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് തോന്നില്ലേ നിങ്ങൾ ഭയങ്കര നാടകമാണ് ചെയ്യുന്നതെന്ന്? നിനക്കിത് ഇപ്പോഴും നാടകമാണോ തോന്നുന്നത്? നീ ആള് ശരിയല്ല. ആഹാ, അനിയന്റെ കോൾ വരുന്നല്ലോ. ഹലോ, ആ അനിയ പറഞ്ഞോ, പെട്ടെന്ന് പറ, അല്ലെങ്കിൽ തന്നെ എന്റെ മൂഡ് ഔട്ടാണ്. ചേച്ചി, അളിയൻ ശരിയാണോ? ആ, ശരിയാണല്ലോ. ആ, എന്തായി? ചേച്ചി, ഇന്ന് അളിയൻ്റെ ആക്സിഡന്റ് ആയിരുന്നു. ആ ആക്സിഡന്റ് എൻ്റെ ബൈക്ക് കൊണ്ടാണ് ആയത്. ചേച്ചിക്കറിയാലോ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ചേച്ചി വഴക്ക് പറയുമെന്നുള്ള പേടിയിൽ ഞാൻ അളിയനോട് പറഞ്ഞായിരുന്നു ചേച്ചിയോട് ഒരു കാര്യവും പറയരുതെന്ന്. ആ, പിന്നെ വേറൊരു കാര്യമുണ്ട്. അളിയനോട് പറയണം, ആ ആക്സിഡന്റ് ഇടയ്ക്ക് അളിയൻ്റെ പേഴ്സ് ഇവിടെ വീണു പോയായിരുന്നു. അത് എൻ്റെ കയ്യിലുണ്ട്. ആ പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നാളെ രാവിലെ വീട്ടിൽ വരുമ്പോൾ ഞാൻ കൊണ്ടുതരാം. ഓക്കേടാ. ഞാൻ ഒന്നും അറിയാതെ ചേട്ടനെ എന്തൊക്കെ പറഞ്ഞു. ചേട്ടാ ചേട്ടാ ഇങ്ങോട്ടൊന്ന് വന്നേ. ആ, എന്തായി? ചേട്ടാ, നിങ്ങളെന്താ എന്നോട് പറയാതിരുന്നത്? നിങ്ങളുടെ ആക്സിഡന്റ് എൻ്റെ അനിയന്റെ വണ്ടിയുടെ കൂടെയാണ് ആയെന്ന്. അവൻ തന്നെയാണ് എന്നെ വിലക്കിയത്. അവൻ പേടിച്ചു പോയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത്. അവൻ്റെ കോൾ വന്നായിരുന്നു. അവൻ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു. പിന്നെ ഒരു കാര്യവും കൂടെ അവൻ പറഞ്ഞ്, നിങ്ങളുടെ പേഴ്സ് അവിടെ തന്നെ വീണു പോയായിരുന്നു. അത് അവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ അവൻ കൊണ്ടുതരും. ഈ കാര്യമൊക്കെ നിങ്ങൾ എന്നോട് ആദ്യമേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. ഞാൻ വെറുതെ തന്നെ നിങ്ങളുടെ പുറത്ത് ഇത്രയും ദേഷ്യപ്പെട്ടു. നിങ്ങൾക്കറിയാലോ, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ പറയുന്നത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ആ, അതൊക്കെ വിട്. ഇനി നിങ്ങൾ ദേഷ്യപ്പെടണ്ട. ഞാൻ പെട്ടെന്ന് പോയിട്ട് നിങ്ങൾക്ക് നല്ല ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാം. എനിക്ക് ഒരു കാര്യം പറയണം. ഞാനേ ഇന്ന് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ട്. അതിനകത്ത് കാണിച്ചത് എന്താണെന്ന് വെച്ചാലേ, ഒരു ഭർത്താവിന് ജോലിയൊന്നുമില്ല. അതുകൊണ്ട് എന്താണ്, അയാളുടെ ഭാര്യ അയാളെ ഒട്ടും വക വെക്കുന്നില്ല. ഇവിടെ അങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. രാവിലെ ഞാൻ ആ വീഡിയോ കണ്ട്, വൈകിട്ട് ആ കഥ തന്നെ എൻ്റെ വീട്ടിൽ നടന്നു. ഇപ്പം തന്നെ നോക്കിക്കോ. എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് നിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം നീ അറിഞ്ഞ് ആ നഷ്ടപ്പെട്ട പൈസ എനിക്ക് കിട്ടി. ഉടൻ തന്നെ നിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം. ഇത്രയും നേരം നീ എന്തുമാത്രം ദേഷ്യം കാണിച്ച്, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ വന്നെന്നറിഞ്ഞുണ്ണേ നീ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നെ. പൈസ കിട്ടി, നിൻ്റെ അനിയൻ്റെ കയ്യിൽ പേഴ്സുണ്ട്. ഇതൊക്കെ അറിഞ്ഞപ്പോൾ തൊട്ടേ നിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം. കാരണവന്മാർ എന്തുമാത്രം സത്യമാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. ഒരാണിൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവനൊന്നുമല്ല. സ്വന്തം ഭാര്യ വരെ അവനെ തള്ളി പറയും. നീ അതുകൊണ്ട് എനിക്ക് വേണ്ടി ചോറുണ്ടാക്കണ്ട കേട്ടോ. ചേട്ടാ ചേട്ടാ